ഞങ്ങളെ വീടിന്റെ ടെറസിന്റെ മുകളിലേ ഞങ്ങള് കുറച്ച് താമര സെറ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ എങ്ങനെയാ സെറ്റ് ചെയ്യണേന്ന് കാട്ടിത്തരാട്ടാ. അപ്പൊ ഓൾറെഡി ഞങ്ങൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് ആളുകൾക്ക് മുന്നേ ആയിട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ഈ താമര സെറ്റപ്പ് ആക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഉറങ്ങിയിരിക്കണ താമരനെ ഉണർത്താൻ പോണതാണ് ഇപ്പോൾ ഇനി കാണാൻ പോണത്. ഓൾറെഡി താമര ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഉണർത്താനുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പം ഡിസംബർ മാസമായി ഇതേ താമര ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ട ഉറങ്ങി. അപ്പോൾ ഉറങ്ങണതിൻ്റെ മുന്നോടിയായിട്ട് ഇത് കണ്ട ഇലയൊക്കെ ഉണക്കായി. അപ്പോൾ നമ്മൾ താമരേനെ ഇനി പറിച്ച് നടുകയാണ്. അപ്പോൾ പറിച്ച് നടാൻ ആദ്യം ഇതിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് ഇത് പറിക്കാൻ. പറക്കണമെങ്കിൽ ഇതാ കൈ ഇത് അടിയിലേക്ക് കൊണ്ടുപോവുക. ഓസ് ഇട്ടിട്ട് ഇതേ കൈ അടിയിലേക്ക് കൊണ്ടുപോയി ഇത് വെള്ളത്താമരയാണ്. ഇഷ്ടമാതിരി ഉണ്ടായി, ഇഷ്ടമാതിരി ഒരുപാട് ഭഗവാന് കൊണ്ടുകൊടുത്ത് വലിയ താമരപ്പൂവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിന് പറക്കുകയാണ്. ഇത് കണ്ട ഈ മണ്ണൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരും കണ്ട. അതാണ് ഇതിൻ്റെ ഇത് പറിക്കാറായി എന്ന് അറിയാം. കണ്ടോ ഭാരമുണ്ട്, നല്ല ഭാരമുണ്ട് കേട്ടോ. ഇതത് കഴുകണം, നന്നായി കഴുകണം. പകുതി ഇതിൽ തന്നെ കഴുകി കഴിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ കൊണ്ടുപോയി കഴുകേണ്ടതാണ്. ഞങ്ങളിതിനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച്. എന്നിട്ടപ്പോൾ കുറച്ച് വന്നു, പൊടിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേണ്ട, ഇതൊക്കെ ഒരു മുകളങ്ങളാണ് കേട്ടോ. അതൊക്കെ ഇത് നടാളതാണ് കണ്ട. കറക്റ്റ് മുകളാണത്. 200 രൂപയാണ് ഒരെണ്ണത്തിന്. 200 രൂപയ്ക്കാണ് ഞങ്ങളൊക്കെ വാങ്ങിച്ചത്. നല്ല വിലയുണ്ട് താമരയുടെ അതിന്. വേണ്ട, പക്ഷെ വെള്ളയുടെ ഇതുകൊണ്ട് അധികം വലിപ്പമില്ല. മറ്റേ സഹസ്രതളം വെച്ചാൽ ഭയങ്കര വലിപ്പം ഉണ്ടാവും. ട്യൂബർ അതിന് പറയാം ട്യൂബർ എന്ന് പറയാം. മുകളങ്ങൾ വന്നിട്ടില്ല, ചെറിയ ഇലകൾ വന്നിട്ടില്ലേ, അത് കളയണ്ട. കാരണം എന്താ വെച്ചാൽ അവനിനി നേരിട്ട് വരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കളയും. ഉറങ്ങി എല്ലാവരും. ഇത് സീസണാണ്, ഉറങ്ങണ സീസണാണ് അവർ. ശരിക്കും ഒഴുക്കുള്ള വെള്ളത്തിലുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഒഴുക്കുള്ള വേണ്ട, ട്യൂബർ വേണ്ട വന്നിക്കണേ. ട്യൂബർ അതാണ് ഇതിനെ ട്യൂബർ എന്ന് പറയാം. ഇത് നമ്മൾക്ക് ഒരു ഹരാവൂട്ടാ വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മൾ ഒരു ട്യൂബർ വയ്ക്കാന്ന് വിചാരിച്ച് തുടങ്ങിയതാ. ഇപ്പോൾ അതേ ആമ്പലായി. ഇത് പൊട്ടാതെ എടുക്കണം മെയിനായിട്ട്. അത് ഈ ചേറുള്ള കാരണേ നല്ലോണം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. അപ്പം ഞങ്ങൾ ചേറ് നല്ലോണം ആക്കി അന്ന്. ഇത് കഴുകണ്, പുറത്ത് വെച്ചിട്ട് കഴുകാൻ കുഴപ്പമൊന്നുമില്ല. നന്നായി കഴുകണം. താമരയ്ക്ക് ചേറ് അധികം ആവണ ഇഷ്ടമല്ല. എന്നാ വെച്ചാൽ ചേറിലുണ്ടാവും അതിന്. കുളത്തിലാന്ന് വെച്ചാൽ പ്രശ്നമില്ല. ഇത് ഹൈബ്രിഡ് അല്ലേ. എന്താ പൊട്ടണ കണ്ട, നല്ലോണം ഉണ്ടായിട്ടുള്ളത് അതിൽ എന്താ ചേറുണ്ട് നന്നായിട്ട്. എടുക്കണമെങ്കിൽ നല്ല ഭാര.
പോട്ട് തയ്യാറാക്കണ്ട അതിന്. പോട്ട് തയ്യാറാക്കണം. പോട്ട് തയ്യാറാക്കി വെച്ചിട്ടില്ല. ഇതിന് പോട്ടുകളില്ലേടാ. ഇതിന് ഞങ്ങൾ മേടിക്കുമ്പോൾ 60 ഇപ്പോൾ 80 ഉണ്ട് ആയിട്ടുണ്ട്. അത് ഹോൾസെയിലായിട്ടുള്ള ഉണ്ടാക്കുന്നിടത്തുനിന്ന് മേടിക്കുമ്പോൾ, അല്ലാത്ത കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടി കൂടും. ഈ പോട്ടിന് 80 രൂപ. ഇവിടെ ഒരു 12 ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നീ എന്നുള്ള ചിന്ത വരും. അല്ലല്ല അല്ല പക്ഷെ അതൊരു മനസ്സുഖമാണ്. ആ താമരപ്പൂ ഉണ്ടായി നിൽക്കണ കാണുമ്പോഴത്തെ ഒരു സുഖം എന്ന് വേറെ തന്നെയാണ്. ആ ഏതാ അത്? ട്യൂബർ അല്ലേ? ഇതാണ് ട്യൂബർ. വേണ്ട, ഇതാണ് ട്യൂബർ. വേണ്ട, ഇത് പോട്ട് തയ്യാറാക്കിയിട്ട് അതിലാണ് വെക്കുക. ഇത് കണ്ട മുള വന്നു തുടങ്ങിയിട്ടുണ്ട്. അതപ്പോൾ ഞങ്ങളന്ന് ഉണർത്തി കൊടുത്തതാ. ചേറും ചൊല്ലി അത് ഞാൻ കാണിച്ചു തരാം. പോട്ട് തയ്യാറാക്കണ അതിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാം ചെയ്ത കാരണമാണ്. പുറത്തുകൊണ്ടുപോയി വെച്ച് ചെയ്യാച്ചാൽ കുഴപ്പമില്ല. നമുക്കിത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയായിക്കോളേ. വൃത്തിയിലാണ് ഇരിക്കണേ. പോട്ട് തയ്യാറാക്കാൻ പോവാണ്. കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, വേപ്പും ഇത് ചാണകപ്പൊടിയാണ്. വേപ്പും പിണ്ണാക്കറ്റേ ഉണ്ടത്. അത് കറക്റ്റ് നോട്ടെ. വേപ്പും പിണ്ണാക്ക്, ആട്ടുംകാട്ടാണ് പ്രധാനം ഇതിൽ. ആട്ടുംകാട്ടം കുറച്ച് അധികമൊന്നും വേണ്ട. ആട്ടുംകാട്ടം ഒരു പോട്ട് തയ്യാറാക്കാൻ ആട്ടുംകാട്ടം ഇതിടുക. ആട്ടുംകാട്ടം ഇട്ടിട്ട് കുറച്ച് മണ്ണിടുക. അല്ലെങ്കിൽ ആട്ടുംകാട്ടം പൊന്തും ഇടും മേലേക്ക്. അതായത് കല്ലില്ലാത്ത മണ്ണിടണം കേട്ടോ. എപ്പോഴും കല്ലില്ലാത്ത മണ്ണ്. കല്ലില്ലാത്ത മണ്ണ് ആ ആട്ടുംകാട്ടം പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലുപൊടി. അത്ര മതി, അധികമൊന്നും വേണ്ട. എല്ലുപൊടി കുറച്ച് മതി. കപ്പലണ്ടി പിണ്ണാക്ക് അത്ര മതി, അധികമൊന്നും വേണമെന്നില്ല. പിന്നെ ഇത് വേപ്പും പിണ്ണാക്കും എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. വേപ്പും പിണ്ണാക്ക് ചതച്ചതാ. അതൊക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടിതാ അധികമൊന്നും വേണ്ട. നമ്മൾ 3 ആഴ്ച കൂടുമ്പോൾ വെള്ളം കൊടുക്കണതാണ്. ഞാൻ അത് കഴിഞ്ഞ് മണ്ണിടുക. ചേറിടണെന്ന് വെച്ചാലേ ഇത് പൊന്തി പോരും. അല്ലെങ്കിൽ ചേറില്ലെങ്കിൽ ട്യൂബർ അങ്ങോട്ട് പൊന്തി പോരും. ഇത്ര ഉള്ളൂ. ഇത് കണ്ട അങ്ങനെ പൊന്തിക്കുക സുഖമായിട്ട്. ഇനി അതിലേക്ക് ചേറ് കുറച്ച് ചേർക്കുക. അതിപ്പോൾ നമ്മുടെ മുമ്പത്തെ ചേറുണ്ടല്ലോ, അതിട്ടാൽ മതി. മുമ്പത്തെ ചേരണം. കുറച്ച് മതി. കുറച്ച് മതി.
ഇത് ശരിക്ക് തേമ്പി വെക്കണം കേട്ടോ. അത് അടിയിലത്തെ പണ്ടത്തെ ഉണ്ടാ നല്ലോണം ഇരക്കുണ്ട്. തനിയെ വരും. ആ വേണ്ട മുമ്പത്തെ ആ ഇരയാണ് നമ്മുടെ മണ്ണ് പുറത്തേക്ക് ആക്കണത്. നിങ്ങളിങ്ങനെ ആക്കിയില്ലേ ഞാൻ വെക്കുക. ശരിക്കും 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് വെക്കാറ്. ഞാൻ അപ്പോൾ ഇതിപ്പോൾ പരീക്ഷണം നടത്തി നോക്കുകയാണ്. ഫസ്റ്റ് ദിവസം തന്നെ വെക്കണത്. പക്ഷെ നാളെ വെച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പിടിച്ചു. അതിൽ മുന്നേ വെച്ചിട്ടുള്ളതാണ് അതൊക്കെ. ട്യൂബർ അതിൽ നിന്ന് എടുക്കണം. അത് പലതരത്തിലുണ്ടാവും. കുറേ കിട്ടും. ഇതാ ഇതൊരു ട്യൂബറാണ്. അതാ ഇത്ര പോകുന്ന എണ്ണത്തിനാണ് 200 രൂപ. ഇതാ ഈ ട്യൂബറിന് 200 രൂപയായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ. ഇതിന് ഇതിലിപ്പോൾ എന്തായാലും മുകളങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഇത് ഈ ജോയിൻറ്റുകളിലാണ് മുകളം വരിക. നമ്മളിത് ഇതിങ്ങനെ വെച്ച് കൊടുക്കണത്. ഇപ്പോൾ ഓൾറെഡി അതിലേക്ക് ഉണ്ടല്ലോ. ഇതാ ഈ അരിക്ക് വെച്ചിട്ടേ അരികിനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതാണ്ട അതെ അരിക് വെച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇതാ വേണ്ട ഇത് കൊണ്ടാട്ടുണ്ടാക്കും. ഈ സാരല്ലേ ഇത് മാത്രം കൊണ്ടാട്ടുണ്ടാക്കും. ആ നല്ല ടേസ്റ്റാണ്. ഇതിന് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇന്ന് വെറുതെ വെച്ചാൽ മതി. വെച്ചിട്ട് കല്ല് വെച്ച് കൊടുക്കുക. ഇത് അല്ലെങ്കിൽ പൊന്തി പോരും വെള്ളം നിറയ്ക്കുമ്പോഴേ. ഏത് ഇതൊക്കെ വെച്ചിട്ടുള്ള പുതിയത് വെച്ചിട്ടുള്ളതാ. അതൊക്കെ പുതിയത് വെച്ചിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് മാത്രമേ മാറ്റുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നല്ല വലിപ്പം വരും. വെയിൽ വേണം. നമ്മുടെ അവിടെ വെയിൽ കൂടുതലാ. ഇഷ്ടിക കഷ്ണം വെക്കാൻ അല്ലെങ്കിൽ അത് പൊന്തിപ്പോരും. ആ ആ അല്ലെങ്കിൽ അത് പൊന്തിപ്പോരും. പൊട്ടിക്കാനാണ്. ആ കണ്ടത് അവിടെ ഉണ്ട്. അതൊക്കെ അന്ന് വെച്ചതേ പൊന്തി പോന്നു മണ്ണ് കുറഞ്ഞിട്ടേ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുക. ഇത് വലിപ്പം കൂടി ഒന്ന് പൊട്ടിക്കണം. ഇതിലുണ്ട്. ആ തീരുമാനമാവും. അത് അധികം വലിപ്പം വരാനും പാടില്ല. എന്നാ വെച്ചാൽ കുറച്ചിതാ അല്ല ഓട്ടാമ്പുളിയൊക്കെ ആയാലും പൊന്തി പോരുവൻ. ഓടിൻ്റെ കഷ്ണങ്ങളായാലും പൊന്തി പോരും. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കാൻ എന്ത് ചെയ്യും, താമരയുടെ ഇലേനെ പൊട്ടിക്കണം. എന്നിട്ടിതാ എന്താ വെള്ളം തെളിഞ്ഞോളൂ. അപ്പോൾ ഈ താമരയുടെ ഇല ഇതിലിട്ട് വയ്ക്കുക. ഇത്ര മതി. ഇനി അവൻ പിടിച്ചോളും. ഇനി അവൻ പൊടിച്ച ഇല വരുമ്പോൾ ഇത്തിരി അധികം വെള്ളമാക്കി കൊടുക്കുക. ഇത് പൊന്തിപ്പോരേ മുകളിലേക്ക് ട്യൂബറേ. കണ്ട വെള്ളം തെളിയണണ്ട. അത്ര ഇപ്പം തൽക്കാലം ഇത് മതി. കാരണം എന്ന് വെച്ചാൽ ഇനി അതൊന്ന് നല്ലോണം വന്നിട്ടതിന് ശേഷം നമുക്ക് നല്ലോണം വെള്ളമാക്കി കൊടുക്കാം. ഇത് പൊടിച്ചതിന് ശേഷം കാണിക്കാം നമുക്ക്. ആ താമരയുടെ ഇലയിട്ട് വയ്ക്കണത് നമുക്കിനി വെള്ളം നിറയ്ക്കുമ്പോഴേ അല്ലെങ്കിൽ അത് കുഴിയുമല്ലോ. കുഴിയും അല്ലെങ്കിൽ ചേറിങ്ങോട്ട് മേപ്പട്ടയ്ക്കാവും. മറ്റേതൊക്കെ കൊണ്ട് പൊന്തി പോരും. ട്യൂബർ കൊണ്ട് പൊന്തി പോരും. ആ പൊന്തി പോരാണ്ടിരിക്കുകയാണ് ഈ താമരയുടെ ഇലേനെ ഇട്ടിട്ട് ഇതാക്കണത്. ഓക്കെ
ഇതാണ് ഇത്രയും ബാക്കിയാണ്. ഇത് മറ്റുള്ള ചെടികൾക്ക് എടുക്കേ. വേറെ എടുക്കാം. ഇനി വേറെ ആ ട്യൂബർ ഇനി ഉണ്ടല്ലോ അതില്, അതൊക്കെ ഇനി ആദ്യം ഇതാക്കണം. ഇത് പാടത്തുനിന്ന്. ആ ഇതിലെ വെള്ളം ചെടികൾക്ക് ഒഴിച്ചാൽ നല്ലതാട്ടോ. നല്ല വളമുള്ളതാ. 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും കൂടിയിട്ട് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഇതൊക്കെ കൂടിയിട്ട് കിഴി കെട്ടും. കിഴി കെട്ടിയിട്ട് നടുവിൽ കുഴിച്ചിട്ട് കൊടുക്കും. ഒരു തുണി കൊണ്ടൊരു കിഴി കെട്ടിയിട്ട് അത് നടുവിൽ കുഴിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് നല്ല ഇഷ്ടമാതിരി പൂവുണ്ടായി. വെള്ളപ്പൂ ഭയങ്കര വലിപ്പമായിരുന്നു. അപ്പോൾ വെള്ളത്താമര നമ്മുടെ ഇതിൻ്റെ വെള്ളത്താമരയുടെ ഫോട്ടോ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അവർക്ക്, കാണുന്നവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ഉണ്ടായി നിൽക്കണേ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാലും അത് ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ, വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ഫീലത് കാണുമ്പോൾ. ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു താമര വയ്ക്കണം. അറിയില്ലായിരുന്നു എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇത് പക്ഷേ ഈ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഉണ്ടാവും കേട്ടാ. വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഇതുണ്ടാവും. ഹൈബ്രിഡ് അല്ല, ആ ഉണ്ടാവും. ഇപ്പോൾ ഇതേ നമ്മൾ അല്ലാത്ത അതിൽ കുറച്ചൊക്കെ ഇതുണ്ടാവില്ല, വളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ. ഇതുപോലെ നല്ലോണം വലിപ്പത്തിലുണ്ടാവില്ല എന്നുള്ളൂ. ഇനി ഇതാദ്യം പോട്ട് മേടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള ശരിയാക്കാൻ. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. കണ്ടോ, നല്ല നല്ല സാധനങ്ങളാണ് ഉണ്ടായിരിക്കണത്. അത്രേ ഉള്ളൂ. ഇനി ഇത് മാറ്റി വെക്കണം. ഞാൻ പോട്ട് മേടിച്ചിട്ട് വേണം. പോട്ട് കഴിഞ്ഞു. മണ്ണുത്തിരിക്ക് എത്തണ്ട, നെട്ടിശ്ശേരിയിൽ. ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള താമരയാണ്. ഇതൊക്കെ ഇത് സഹസ്രദളമാണ്. ഇത് സഹസ്രദളം, ഇതും സഹസ്രദളമാണ്. ഇത് സാധാ താമര. അതും ഇതും സഹസ്രദളം. 1000 ദളങ്ങളുണ്ടാവും. ആ അത് അപൂർവമായിട്ടുണ്ടാവും, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവില്ല അത്. പക്ഷെ നമ്മുടെ അവിടെ എന്താണോ വെയിൽ കാരണമാണോ എന്താണോ അറിയില്ല, നല്ലോണം ഉണ്ടായി, പൂവുണ്ടായി. അധികം പൂവുണ്ടാവില്ല. പൂവുണ്ടാവുക ഈ വെള്ളം. ഇതിൽ പേരൊക്കെയിട്ട് പേരൊന്നും എനിക്കറിയില്ല. വൈറ്റ് എന്തോ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് അതിന്. അത് മിനി, എൻ്റെ ഫ്രണ്ടാണ് മിനിയുടെ അടുത്തുനിന്ന് മേടിച്ചതാണ് ഞാനിത്. ഇപ്പോൾ ഞാൻ പാമ്പൽ വെച്ചിട്ടുണ്ട്. അത് ഓൺലൈനിൽ വിത്ത് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ആമ്പലും താമരയുടെയും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇത് നമ്മളും ആദ്യമായിട്ടാണ്, ബാലപ്പാടാണ് നമ്മുടെയൊക്കെ. നമുക്കും വലിയ പിടുത്തമൊന്നുമില്ല. നമ്മുടെ ഒരു ഏകദേശം ഒരു അറിവ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ചെയ്തത്. അപ്പോൾ എല്ലാവരും വയ്ക്കുക, താമര വയ്ക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ബാലപാഠം പഠിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ടുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.